എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കല്ലമ്പലം ആയങ്കോണം ഭാഗത്തെയും മാമം കോരാണി ഭാഗത്തെയുമൊക്കെ നാഷണൽ ഹൈവേ 66-ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. കോരാണി മുതൽ കഴക്കൂട്ടം വരെയുള്ള വീഡിയോ ഇതിനു മുന്നേ ചെയ്തിരുന്നു. ഈ വീഡിയോയുടെ ലിങ്ക് ഐക്കാർഡിലും എൻഡ് സ്ക്രീനിലും ആഡ് ചെയ്തേക്കാം. വീഡിയോ ആരംഭിക്കുന്നത് കല്ലമ്പലം ജംഗ്ഷന് തൊട്ട് മുന്നെയാണ്. കല്ലമ്പലം ജംഗ്ഷനിൽ ഇപ്പോൾ വർക്കുകളൊന്നും നടക്കുന്നില്ല. ഫ്ലൈ ഓവറിന് ആവശ്യമായിട്ടുള്ള 11 ഗർഡറുകളുടെ വർക്ക് മാത്രമാണ് നേരത്തെ കഴിഞ്ഞിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ ഇനിയും മണ്ണ് മാറ്റാനുണ്ട്. അതിനുശേഷം മാത്രമേ ഡ്രെയിനേജിൻ്റെ വർക്കുകളും സർവീസ് റോഡിൻ്റെ വർക്കും ഒക്കെ ആരംഭിക്കാൻ കഴിയൂ. കല്ലമ്പലം ജംഗ്ഷൻ കഴിഞ്ഞ് അല്പം മുന്നോട്ട് പോകുമ്പോൾ ഏകദേശം 1 കിലോമീറ്ററിന് മുകളിൽ സർവീസ് റോഡിൻ്റെയും മെയിൻ റോഡിൻ്റെ ഒരു ഭാഗത്തെയും ഫസ്റ്റ് ലെയർ ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും സർവീസ് റോഡ് വഴി മുന്നോട്ട് പോയി നോക്കാം. റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ റീറ്റെയിനിങ് വാളുകൾ നിർമ്മിച്ചിരിക്കുന്നതായി കാണാം. ഇത് ഫ്ലൈ ഓവറിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗമാണ്. ഇവിടെ സർവീസ് റോഡിൻ്റെ ഫസ്റ്റ് ലെയർ ടാറിങ് മാത്രമാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. വർക്കിന് വേണ്ടിയിട്ടുള്ള ലേബേഴ്സിനെ ഒന്നും അവിടെ കാണാനില്ല. കുറച്ച് വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് മാത്രം കാണാം. ഈ ഒരു സർവീസ് റോഡ് ആയങ്കോണം ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുന്നേ വരെ ഉണ്ട്. ഇവിടെ നിന്നും അല്പം മുന്നോട്ട് കൂടി സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ആയങ്കോണം ജംഗ്ഷനിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നുമാണ് ആറ്റിങ്ങൽ ബൈപ്പാസ് എന്നറിയപ്പെടുന്ന നാഷണൽ ഹൈവേയുടെ ഭാഗം കടന്നു പോകുന്നത്. ആയങ്കോണം ജംഗ്ഷനിൽ നിർമ്മിക്കുന്ന ഓവർപാസിന് വേണ്ടിയുള്ള ഗർഡറിൻ്റെ വർക്ക് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. 1-2 ഗർഡറുകൾ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ഗർഡറിൻ്റെ സ്റ്റീൽ വർക്ക് നടക്കുന്നുണ്ട്. മഴയ്ക്ക് ശേഷം ആറ്റിങ്ങൽ ബൈപ്പാസ് വഴി വാഹനങ്ങൾ അനുവദിക്കുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ള മാമം ഭാഗത്തെ ഇപ്പോൾ നിൽക്കുന്നത് മാമം ഭാഗത്താണ്. ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ നടക്കുന്നതായി കാണാം. ഇവിടെ റൈറ്റ് സൈഡിലാണ് ആറ്റിങ്ങൽ ബൈപ്പാസ് വന്ന് കയറുന്നത്. ആ ഭാഗത്തെ വീഡിയോ തിരിച്ചു വരുമ്പോൾ കാണിക്കാം. ഇവിടെ ഇടത് സൈഡിൽ ഇനിയും മണ്ണ് നീക്കം ചെയ്യാനുണ്ട്. ഇപ്പോൾ റോഡിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 1 കിലോമീറ്ററിന് മുകളിലുള്ള ഭാഗത്ത് സർവീസ് റോഡിൻ്റെയും മെയിൻ റോഡിൻ്റെ പകുതി ഭാഗത്തെയും വർക്കുകൾ നടന്നിട്ടുണ്ട്. ഇവിടെ നിന്നും നേരെ പാലമൂട് ഭാഗത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ പാലമൂട് ജംഗ്ഷനിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ നടന്നിട്ടുണ്ട്. കൂടാതെ സർവീസ് റോഡിൻ്റെ സ്ഥലം ക്ലീൻ ചെയ്ത് ഇപ്പോൾ മെറ്റൽ നിരത്തുന്ന വർക്കുകളാണ് നടക്കുന്നത്. ഇവിടെ സർവീസ് റോഡിനും മെയിൻ റോഡിനും ഇടയ്ക്കുള്ള ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണവും തുടങ്ങിയിട്ടുണ്ട്.
ഇവിടെ നിന്നും നേരെ കോരാണി ഭാഗത്തേക്കാണ് പോകുന്നത്. കോരാണി ജംഗ്ഷനിൽ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. ഈ അണ്ടർപാസിന് വേണ്ടിയുള്ള അപ്രോച്ച് റോഡിൻ്റെ ആറിവാൾ വർക്ക് ഒരു സൈഡിൽ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യാനായിട്ട് ലേബേഴ്സിനൊന്നും കാണുന്നില്ല. കോരാണി മുതൽ കഴക്കൂട്ടം വരെയുള്ള വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. ഇവിടെ വളരെ താഴ്ന്ന പ്രദേശമാണ്. ഇവിടെയും ആറിവാൾ ബ്ലോക്കിൻ്റെ വർക്ക് ചെയ്ത് കൂടുതലായി മണ്ണ് കൊണ്ടിട്ട് ഉയർത്തേണ്ട ആവശ്യകതയുണ്ട്. ഇപ്പോൾ റോഡിൻ്റെ മറുവശത്തെ കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ നിന്നും മുന്നോട്ട് പോയി ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലെ വർക്ക് അപ്ഡേറ്റുകൾ കാണാം. പാലമൂട് ജംഗ്ഷനിൽ നിന്നാണ് സർവീസ് റോഡുകൾ ആരംഭിക്കുന്നത്. നമുക്ക് സർവീസ് റോഡ് വഴി പോയി അവിടുത്തെ അപ്ഡേറ്റുകൾ കാണാം. ഇവിടെ റീറ്റെയിനിങ് വാളുകളുടെ നിർമ്മാണമാണ് നടന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സൈഡിൽ മണ്ണിട്ട് ഉയർത്തി മെയിൻ റോഡിൻ്റെ ഒരു ഭാഗം നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ ഫസ്റ്റ് ലെയർ ടാറിങ്ങും ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകൾ പെൻഡിങ് ആണ്. ഇടവിട്ടുള്ള സ്ഥലങ്ങളിൽ റോഡ് ടാർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ താഴേക്ക് പോയിട്ടാണ് ആറ്റിങ്ങൽ ബൈപ്പാസ് ആരംഭിക്കുന്നത്. ഇവിടെ നിന്നും നേരെ നോക്കിയാൽ കാണുന്ന വയൽ പ്രദേശമുണ്ട്. ആ വയൽ പ്രദേശം കഴിഞ്ഞാൽ ഉടൻ തന്നെ മാമം നദി കടന്നു പോകും. അതിന് അപ്പുറത്ത് നിന്നാണ് ഇപ്പോൾ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് അവരുടെ യാർഡ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ മാമം നദിയുടെ രണ്ട് കരകളിലും മണ്ണിട്ട് ഉയർത്തി പാലം നിർമ്മിക്കുന്നതിൻ്റെ പ്രാരംഭ ഘട്ടം തുടങ്ങിയിട്ടുണ്ട്.
ഇപ്പോൾ കാണുന്നത് ആയങ്കോണം ഭാഗമാണ്. ഇവിടെ സർവീസ് റോഡിൻ്റെ 2 സൈഡുകളും ബാരിക്കേഡ് ഉപയോഗിച്ച് അടച്ചിരിക്കുകയാണ്. ചെറിയ വാഹനങ്ങൾ പോലും കടന്നു പോകില്ല. സൂക്ഷിച്ചു നോക്കിയാൽ സർവീസ് റോഡിൻ്റെ ഭാഗങ്ങൾ പിന്നെയും ഇടിഞ്ഞു വീണതായി കാണാം. ഓവർപാസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഡൈവേർഷൻ റോഡ് ഇവിടെ നിർമ്മിച്ചെങ്കിലും ഇതുവരെയും ഇവിടുത്തെ മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടില്ല. നമുക്ക് ഇവിടെ നിന്നും നേരെ കല്ലമ്പലം ഭാഗത്തേക്ക് പോയി കാഴ്ചകൾ കാണാം. ഇവിടെ സർവീസ് റോഡ് നല്ല ഉയരത്തിലാണ് പോകുന്നത്. 1.5 മാസത്തിന് മുന്നേ ചെയ്ത വീഡിയോയിലും ഈ ഭാഗം കാണിച്ചിരുന്നു. അന്നത്തെ പോലെ തന്നെയാണ്. ഇവിടെ വർക്കുകളൊന്നും പുരോഗമിച്ചിട്ടില്ല. ആയങ്കോണം ഭാഗത്ത് എടുത്തു പറയാനുള്ള വർക്കെന്ന് പറയുന്നത് ഗർഡറുകളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റോഡിൻ്റെ ഇടത് സൈഡിൽ ഇനി ഒരുപാട് വർക്കുകൾ നടക്കാനുണ്ട്. മണ്ണിടിച്ച് മാറ്റി ഡ്രെയിനേജിൻ്റെ വർക്കുകൾ ചെയ്തതിന് ശേഷം മാത്രമേ സർവീസ് റോഡിൻ്റെയും മെയിൻ റോഡിൻ്റെയും വർക്കുകൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. നേരെ കല്ലമ്പലം ജംഗ്ഷൻ വരെ പോയി ഈ വീഡിയോ അവസാനിപ്പിക്കാം. കടമ്പാട്ടുകോണം മുതൽ കല്ലമ്പലം വരെയുള്ള വീഡിയോയുമായി ഉടൻ തന്നെ എത്താം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.